പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോമൻ റെയിൻസ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള ഒരു സ്റ്റോറി ഉടനെ വരാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ റസൽമേനിയ 40 അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ ചലഞ്ചേഴ്സിനെ കണ്ടുപിടിക്കുന്ന 6 പാക്ക് ലാഡർ മത്സരത്തിലേക്കുള്ള ക്വാളിഫയിങ് മത്സരങ്ങളുടെ ഭാഗമായി നടന്ന ബ്രാക്കറ്റ് 2 2 മത്സരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ആദ്യ മത്സരത്തിൽ ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ ബോളർ തുടങ്ങിയവരുടെ ടീം ദി OC എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ മത്സരത്തിൽ AOP എന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അപ്പോൾ ഓസ്റ്റിൻ തിയറി, ബോളർ തുടങ്ങിയവരുടെ ടീമിനെ സ്ട്രീറ്റ് പ്രോഫിറ്റ് അടുത്ത ആഴ്ച നേരിടും. ഇതിൽ വിജയിക്കുന്ന റെസ്ലറിന് ആ ലാഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ കിട്ടുമെന്നുള്ള ഒരു അപ്ഡേറ്റുമാണ് പങ്കുവെക്കാനുള്ളത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചുള്ളതാണ്. റസൽമേനിയ 40 വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എങ്ങനെ ഉള്ളതായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇയോ സ്കൈ വേഴ്സസ് നയോമി തമ്മിൽ നടന്ന നോൺ ടൈറ്റിൽ മത്സരം കഴിഞ്ഞതിനു ശേഷം നയോമിയെ ഡാമേജ് കൺട്രോൾ ടീം ആക്രമിച്ചിരുന്നു. നയോമിയെ സഹായിക്കാൻ വേണ്ടി ബിയാങ്ക ബെലേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബിയാങ്ക ബെലേറിനെയും ഡാമേജ് കൺട്രോൾ ടീം ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നയോമി, ബിയാങ്ക തുടങ്ങിയവരുടെ ടീം കബൂക്കി വാരിയേഴ്സിനെതിരെ ആ ഒരു വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. റസൽമേനിയ 40 അനൗൺസ്മെൻറ്റും വൈകാതെ കേൾക്കാൻ സാധിച്ചേക്കാം. മറ്റൊരു അപ്ഡേറ്റ്, അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജേഡ് കാർഗിൽ സ്മാക്ഡൗൺ റെസ്ലർ എന്നുള്ളൊരു രീതിയിൽ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ഡെബ്യൂ നടത്താൻ പോകുകയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ജേഡ് കാർഗിൽ റോ ബ്രാൻഡിൻ്റെ ഭാഗം ആയേക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. എന്നാൽ ഇന്ന് സ്മാക്ഡൗണിലൂടെ അവർ പുറത്തേക്ക് വിട്ടത് ജേഡ് കാർഗിൽ ബ്ലൂ ബ്രാൻഡ് എന്നറിയപ്പെടുന്ന സ്മാക്ഡൗണിൻ്റെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതാണ്. ജേഡ് കാർഗിൽ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ജേഡ് കാർഗിലിൻ്റെ ആദ്യ സ്റ്റോറി ലൈൻ ആർക്കെതിരെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ദി സ്ലാമി അവാർഡ് തിരികെ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. WWE ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ട പ്രസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് റസൽമേനിയ വീക്കെൻഡിൽ ദി സ്ലാമി അവാർഡിലെ വിജയികളെ പ്രഖ്യാപിക്കുമെന്നാണ്. ഇപ്രാവശ്യം ഒരു വലിയ പ്രത്യേകത ഉള്ളത് ആരാധകർക്ക് വോട്ട് ചെയ്ത് അവരുടെ വിജയിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഓരോ അവാർഡിലെയും എത്ര നോമിനിയുണ്ട്, ആ നോമിനികൾ ആരൊക്കെയാണ് എന്നുള്ളത് WWE വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാധകർക്ക് വോട്ട് ചെയ്ത് അവരുടെ ഇഷ്ടതാരത്തെ ഓരോ പ്രത്യേക വിഭാഗത്തിലും വിജയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസും സൂപ്പർ താരമായ CM പങ്കും തമ്മിലുള്ള സ്റ്റോറി വരുന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്നലെ റോമൻ റെയിൻസ് ദി പാറ്റ് മക്കഫി ഷോ എന്ന പാറ്റ് മക്കഫിയുടെ ഒരു പോഡ്കാസ്റ്റിൽ പോയി കുറച്ച് അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ളതൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അവിടെയാണ് CM പങ്ക് എന്ന റെസ്ലറിനെ സംബന്ധിച്ച് റോമൻ റെയിൻസ് മെൻഷൻ ചെയ്യുന്നത്. CM പങ്ക് എന്ന് പറയുന്ന റെസ്ലറിനെ റോമൻ റെയിൻസിന് ഇഷ്ടമില്ല എന്നുള്ളത് റോമൻ റെയിൻസ് പറയുന്നുണ്ട്. തൻ്റെ ടോപ്പ് റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റിൽ CM പങ്ക് ഒരിക്കലും വരില്ല, വന്നാൽ തന്നെ അത് തൻ്റെ ലിസ്റ്റ് ആയിരിക്കില്ല എന്നുള്ളതും റോമൻ റെയിൻസ് പറയുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിന് CM പങ്കിനെ ഇഷ്ടമില്ല. അതുപോലെ തന്നെ രൂക്ഷമായ ഭാഷയിലൂടെ CM പങ്കിനോടുള്ള അതൃപ്തിയെ റോമൻ റെയിൻസ് രേഖപ്പെടുത്തുന്നത് ഭാവിയിൽ റോമൻ റെയിൻസും CM പങ്കും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് വരുന്നതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. CM പങ്കിൻ്റെ തിരിച്ചുവരവ് കഴിഞ്ഞ വർഷം നമുക്ക് കാണാൻ സാധിച്ചതിലൂടെ പങ്കും റോമൻ തമ്മിലുള്ള ഒരു ഫ്യൂഡ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി റൂമേഴ്സ് വന്നിരുന്നു. എന്നാൽ പങ്ക് തിരികെ വന്ന് സെത്തിനെതിരെയുള്ള സ്റ്റോറിയിലേക്ക് ഒറ്റയടിക്ക് കടന്നതിലൂടെ റോമനെതിരെയുള്ള സ്റ്റോറി പങ്കിൻ്റേതായി കാണാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ പങ്ക് ഇഞ്ചുറി എല്ലാം മാറി തിരികെ വരുമ്പോൾ റോമൻ റെയിൻസും പങ്കും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും ഈ ഒരു വർഷം തന്നെ ഒരു മത്സരം ഉണ്ടായിരിക്കാനും സാധ്യത ഉണ്ട്. റസൽമേനിയ 40 റോമൻ റെയിൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു മെഗാ മെയിൻ ഇവൻ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റോമൻ റെയിൻസും റോക്കും ടീമായിക്കൊണ്ട് കോഡിയെയും സെത്തിനെയും ആദ്യത്തെ ദിവസത്തിൽ ഒരു ടാഗ് ടീം മത്സരത്തിലും നേരിടുന്നുണ്ട്. CM പങ്കിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, അടുത്ത റോ എപ്പിസോഡിൽ CM പങ്ക് തിരികെ വരുന്നുണ്ടെന്നാണ്. CM പങ്കിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റുകളും റോ എപ്പിസോഡിലൂടെ പങ്കുവെക്കും എന്ന് തന്നെ വിചാരിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.